ആക്കോട് എന്ന സ്ഥലത്താണ് ഞാനിന്നുള്ളത്. പലപ്പോഴും ഇതുവഴി യാത്ര ചെയ്യാറുണ്ടെങ്കിലും ഇവിടെയുള്ള മക്കാമിലേക്ക് അങ്ങനെ കയറാറില്ല. അങ്ങനെ ആർക്കും അറിയാത്ത ഒരു മക്കാം കൂടിയാണ് ട്ടോ ഇത്. ഏതായിരുന്നാലും ഒരു സെയ്യിദാണ് ഇവിടെയുള്ള മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. സെയ്ദ് അബ്ദുൽ ഖാലിഖ് ജീലാനി തങ്ങൾ എന്നാണ് ഈ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്റെ പേര്. മഹാനവറുകൾ 1225 ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളുടെ ജീലാനി കബീലയിൽ ബഗ്ദാദിലാണ് ജനിച്ചത്. മഹാനവറുകൾ മുഖേന നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല ഇസ്ലാമിക വിഷയങ്ങളിൽ വലിയ പാണ്ഡിത്യമുള്ള ആളായിരുന്നു മഹാനവറുകൾ. മനുഷ്യർക്ക് മാത്രമല്ല ജിന്നുകൾക്കും മഹാനവറുകൾ ദർസ് എടുക്കാറുണ്ടായിരുന്നു. ജിന്നുകൾക്ക് ദർസ് എടുക്കുന്നതിന് വേണ്ടി ഈ പള്ളിയുടെ മുകൾ ഭാഗം മഹാനവറുകൾ മാറ്റിയതായിരുന്നു. അതുപോലെ തന്നെ ഒരു പ്രത്യേക സമയവും ഉണ്ടായിരുന്നു. മഹാനവറുകൾ ഭാര്യയോട് പറയാറുണ്ടായിരുന്നു, ഞാൻ ദർസ് നടത്തുമ്പോൾ പള്ളിയിലേക്ക് വരരുത്. ഒരു ദിവസം മഹാനവറുകൾ പള്ളിയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മഹാനവറുകളുടെ ഭാര്യ പള്ളിയിൽ വന്ന് നോക്കി. പെട്ടെന്ന് അവർ ഒരു കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടുപോയി. തങ്ങളുടെ ചുറ്റും കുറെ പാമ്പുകൾ നിരന്നു നിൽക്കുന്നു. ഈ കാഴ്ച കണ്ട മഹാനവറുകളുടെ ഭാര്യയുടെ ബോധം നഷ്ടപ്പെട്ടു പോയി. ബോധം വന്നതിന് ശേഷം മഹാനവറുകൾ ഭാര്യയോട് പറഞ്ഞു, നിന്നോട് ഞാൻ ഇങ്ങോട്ട് വന്ന് നോക്കരുത് എന്ന് പറഞ്ഞതല്ലേ. മഹാനവറുകളിൽ നിന്നും ശിഷ്യത്വവും തർബീയത്തും സ്വീകരിച്ച ജിന്നുകൾ ഇപ്പോഴും ഇവിടെ വരാറുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്.